AMHൻ്റെ ലെവൽ ലെസ് ദാൻ 1 നാനോഗ്രാം പെർ ml ആണെങ്കിൽ അത് ലോ ലെവലാണ്. 1 to 3 ആണ് ഏറ്റവും ഒപ്റ്റിമമായിട്ടുള്ള AMH ലെവൽ. 0.3 താഴെയാണെങ്കിൽ വളരെ ലോയാണ്. എന്നാൽ അവർക്ക് നാച്ചുറലി പ്രഗ്നൻസി ആവാൻ പാടില്ല എന്ന് ഈ ലോ ലെവൽ കൊണ്ട് അർത്ഥമാവുന്നില്ല. വളരെ ലോ ലെവലുള്ളവർ, പ്രത്യേകിച്ച് ഏജ് കുറവാണെങ്കിലും കൂടുതൽ സമയം ഈ നാച്ചുറലായിട്ട് പ്രഗ്നൻസി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത്ര അഭികാമ്യമല്ല. തീർച്ചയായിട്ടും ഒരു ഷോർട്ട് പീരീഡിന് ശേഷം പ്രഗ്നൻസി ആവുന്നില്ല എങ്കിൽ അത് ഫെർട്ടിലിറ്റി സെൻറ്ററിനെ സമീപിച്ച് ഏറ്റവും ഒപ്റ്റിമമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഈവൺ IVF ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെൻറ്റ് തേടേണ്ടി വരും. AMHൻ്റെ വാല്യൂ ലോ ആണെങ്കിൽ എപ്പോഴും ഡോണർ എഗ്ഗ് വേണമെന്ന് നിർബന്ധമില്ല. എസ്പെഷ്യലി ഈവൺ വളരെ ലോ ലെവലിൽ പോലും ഒപ്റ്റിമമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏജ് കൂടുന്തോറും ഈ AMHൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് എഗ്സുമായിട്ടാണ് ജനിക്കുന്നത്. ഓരോ മാസവും പീരീഡ്സ് ആവുമ്പോൾ ഒരു എഗ്ഗ് മാത്രമല്ല ഡിസ്ട്രോയിഡ് ആകുന്നത്, ഒരു സെറ്റ് ഓഫ് എഗ്ഗാണ് ഈ ഓവുലേഷന് വേണ്ടി റിക്രൂട്ടഡ് ആയിട്ട്. അതിൽ അപ്പോൾ ഒരു സെറ്റ് ഓഫ് എഗ്ഗ് ഡിസ്ട്രോയിഡ് ആവുന്നുണ്ട് ഓരോ മാസവും. 35 വയസ്സിന് ശേഷം ഈ AMHൻ്റെ വാല്യൂ സാധാരണ പെട്ടെന്ന് കുറയുന്നു. ഈവൺ 30 വയസ്സിന് മുമ്പ് തന്നെ ലോ AMH ഉള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 35 വയസ്സിന് ശേഷവും AMHൻ്റെ ലെവൽ വലിയ പ്രശ്നമില്ലാതിരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. നല്ല AMH ആണ് എന്ന് കരുതി എപ്പോഴും പ്രഗ്നൻസി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ AMH എത്രമാത്രം എഗ്ഗിൻ്റെ ഒരു റിസർവ് ആ കുട്ടിക്ക് ആ ഓവറിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രഡിക്റ്ററാണ്. പക്ഷേ പ്രഗ്നൻസി പല ഫാക്ടേഴ്സാണ്, സ്പേമിൻ്റെ കൗണ്ട്, ഫലോപ്പിയൻ ട്യൂബിൻ്റെ പേറ്റൻസി, അങ്ങനെ പല ഫാക്ടേഴ്സാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. AMH ലോ ആണെന്ന് കരുതി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കെയർഫുൾ ആവണം. തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് പ്രഗ്നൻസി ആവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫെർട്ടിലിറ്റി സെൻറ്ററിൽ സമീപിക്കണം.